ക്രിക്കി മലയാളം 2.0 ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗെയ്സ്, T20 ക്രിക്കറ്റിലെ പല വമ്പൻ റെക്കോർഡുകളും തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതെ, 20 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 283 എന്ന വമ്പൻ റൺ മല തന്നെയാണ് ടീം ഇന്ത്യ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. സഞ്ജു സാംസണും തിലക് വർമ്മയും തകർത്തടിച്ചുകൊണ്ട് സെഞ്ചുറിയുമായി പൊളിച്ചെടുക്കുന്ന കാഴ്ച. അതെ, തീർച്ചയായിട്ടും എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. സഞ്ജുവും തിലക് വർമ്മയും ഇന്ത്യക്കായി സെഞ്ചുറികൾ കണ്ടെത്തിയപ്പോൾ ആകെ 23 സിക്സറുകളാണ് ഇന്ത്യ അടിച്ചു കൂട്ടിയത്. ഇന്ത്യയുടെ T20യിലെ ഒരു മത്സരത്തിലെ സിക്സർ അടിയിലെ റെക്കോർഡ് സ്കോറാണിത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ T20 സ്കോറും. ഈ ഒരു ഒറ്റ ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ കുറിച്ചിട്ടുള്ള റെക്കോർഡുകളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒരുപാട് നീണ്ടുപോകും. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. വളരെ മെച്ചൂർഡ് ആയിക്കൊണ്ട് തന്നെയായിരുന്നു സഞ്ജു സാംസൺ കൃത്യമായി മോശം പന്തുകൾ നോക്കി ആക്രമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നത്. 28 പന്തുകളിൽ നിന്നാണ് സഞ്ജുവിന്റെ ഹാഫ് സെഞ്ചുറി പിറക്കുന്നതും. 5 ഫോറുകളും 3 സിക്സറുകളും സഞ്ജു 50 നേടുമ്പോൾ തന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ പ്ലേയിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് 73 റൺസാണ് അടിച്ചു കൂട്ടിയത്. അഭിഷേക് 18 പന്തുകളിൽ നിന്ന് 36 റൺസ് എടുത്തുകൊണ്ട് മികച്ചൊരു സംഭാവനയും നൽകിയിട്ടുണ്ട്. ഇതിനുശേഷം തിലക് വർമ്മ വരുന്നു. പിന്നീട് നമ്മൾ ടീം ഇന്ത്യയുടെ കടന്നാക്രമണം തന്നെയാണ് കണ്ടത്. തിലക് വർമ്മ 22 പന്തുകളിൽ നിന്ന് മാത്രം അർദ്ധ സെഞ്ചുറിയിലേക്ക് എത്തുന്നു. സഞ്ജു സാംസൺ 51 പന്തുകളിൽ സെഞ്ചുറിയിലേക്ക് എത്തുമ്പോൾ 8 സിക്സറുകളും 6 ഫോറുകളുമായിരുന്നു സഞ്ജുവിന്റെ ഇന്നിംഗ്സിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നതും. വീഡിയോ തുടരും മുമ്പ് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കാനും മറക്കല്ലേ. അപ്പോൾ വീഡിയോ തുടരാം. കഴിഞ്ഞ മത്സരത്തിലും സെഞ്ചുറി അടിച്ച തിലക് വർമ്മ സഞ്ജു സാംസണിന് തൊട്ടു പിന്നാലെ തന്നെ സെഞ്ചുറിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. 41 പന്തുകളിൽ നിന്നാണ് തിലക് സെഞ്ചുറിയിലേക്ക് എത്തിയിട്ടുള്ളതും. രണ്ടുപേരും പരസ്പരം ആര് ആദ്യം സെഞ്ചുറി അടിക്കുമെന്ന് മത്സരിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും തീർച്ചയായിട്ടും സഞ്ജു സാംസണിന്റെ കരിയറിലെ 3ാമത്തെ T20 സെഞ്ചുറി കൂടിയാണ് ഇന്ന് പിറന്നിരിക്കുന്നത്. മാത്രമല്ല, ഒരു വർഷം തന്നെയാണ് ഈ 3 T20 സെഞ്ചുറിയും സഞ്ജു സാംസൺ കണ്ടെത്തിയതെന്നുള്ളതും ഒരു ലോക റെക്കോർഡാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ വീഡിയോകളിൽ സംസാരിക്കാമെന്ന് കരുതുന്നു. ഏതായാലും എന്താണ് ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. അതുവരേക്കും ചെറിയൊരു ഗുഡ് ബൈ.